നമസ്കാരം. ഇന്നിനിഷയിലേക്ക് ഏവർക്കും സ്വാഗതം. മന്ത്രി ജി സുധാകരൻ അദ്ദേഹത്തിൻ്റെ MLA ഓഫീസ്, അമ്പലപ്പുഴയിലുള്ള MLA ഓഫീസിൻ്റെ ഉദ്ഘാടന വേളയിൽ അദ്ദേഹം ഭാഗമായിരുന്ന CPM പാർട്ടിയുടെ ഒരു അപജയത്തെക്കുറിച്ചുള്ള ഒരു കൺസേൺ പൊതുജനങ്ങളോട് പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ഞാൻ ഏറെക്കാലം നെഞ്ചോട് ചേർത്ത് വെച്ച പാർട്ടി ഇങ്ങനെ ആയിപ്പോയല്ലോ, അവിടെ വീണ്ടും വണ്ണം പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യാനും സേഫ് ഗാർഡ് ചെയ്യാനൊന്നും ആരുമില്ലാതെ പോയല്ലോ. അസംബ്ലിയിൽ ശ്രീ പിണറായി വിജയൻ നനഞ്ഞ കോഴിയെ പോലെ ഇരിക്കുന്നത് കണ്ടു. അത് എനിക്ക് വളരെയധികം വിഷമമായി. അതുപോലെ തന്നെ ബാലഗോപാലിനാണെങ്കിൽ ഒന്നോട്ട് സംസാരിക്കാനും അറിയില്ല. അപ്പോൾ CPM പ്രതിനിധാനം ചെയ്തുകൊണ്ട് അസംബ്ലിയിൽ ആരും തന്നെ ഇല്ല എന്നൊരവസ്ഥ ഓർത്തപ്പോൾ വളരെയധികം വിഷമമായി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം അത് ഐഡിയോളജിക്കലായിട്ടാണ് സംസാരിച്ചത്, ആശയപരമായാണ് അദ്ദേഹത്തിൻ്റെ കൺസേൺ പൊതുസമൂഹത്തോട് പങ്കുവച്ചത്. അപ്പോൾ സലാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രതിയോഗിയായിരുന്നു. CPM ഭാഗമായിരുന്നപ്പോൾ സഹപ്രവർത്തകനും കൂടിയായിരുന്ന സലാം അതിന് മറുപടി പറയുകയുണ്ടായി. പിണറായി വിജയനെ വിമർശിക്കാൻ മാത്രം സുധാകരൻ വളർന്നിട്ടില്ല. പല അഴിമതി കേസുകളും പുറത്തേക്ക് വരാത്തത് പിണറായി വിജയൻ്റെ ഹൃദയവിശാലത ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് അദ്ദേഹം ഓർത്താൽ നന്ന്. മാത്രമല്ല, പിണറായി വിജയൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാനുള്ള അർഹത പോലും ഇദ്ദേഹത്തിനില്ല എന്നുകൂടി പറഞ്ഞു വയ്ക്കുകയുണ്ടായി. അപ്പോൾ അത്തരമൊരു ഭാഷാപ്രയോഗമുണ്ടല്ലോ, അത് ശരിക്ക് ഒരു പൊതുപ്രവർത്തകനിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നതല്ല. സാംസ്കാരിക കേരളത്തെ ഞെട്ടിച്ചു അത്തരം ഒരു പദപ്രയോഗമൊക്കെ തന്നെ, ചെരുപ്പിൻ്റെ വാറെറിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ വ്യത്യസ്ത ആശയങ്ങൾ തമ്മിൽ സംവദിക്കുമ്പോഴും മാന്യവും സഭ്യവുമായ ഭാഷ ഉപയോഗിക്കേണ്ടതുണ്ട്. അത് ഇത്തരം പ്രയോഗങ്ങൾ ഭാഷാപരമായും മാനവികമായും വളരെ സമൂഹത്തിന് നല്ല സന്ദേശമല്ല നൽകുന്നത്, വളരെ മോശം സന്ദേശമാണ് നൽകുന്നത്. നമ്മൾ ഈ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ അത് മനുഷ്യത്വത്തിൻ്റെ അന്തസ്സിനെ അല്ലെങ്കിൽ വ്യക്തിയുടെ അന്തസ്സിന് തന്നെ ചേരാത്തതാണ്. ആ ഒരു ഇഗാലിറ്റേറിയൻ സമൂഹത്തിന് യോജിച്ച ഒരു പദപ്രയോഗമല്ല. പ്രാകൃതമായ സമൂഹത്തിലെ ഒരു ജസ്റ്ററിനെയാണത് സൂചിപ്പിക്കുന്നത്. അതായത് പണ്ട് വലിയ ആൾക്കാർ, അതൊരു പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ അയാളിൽ നിന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, അത് പറയാൻ പാടില്ലാത്തതാണത്, വാക്കുകളാണത്. ഒരു മേലാളൻ കീഴാളൻ ബന്ധത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അത് പണ്ടൊക്കെ ഫ്യൂഡൽ വ്യവസ്ഥയിൽ, ജാതി വ്യവസ്ഥയിൽ സവർണർ അല്ലെങ്കിൽ ഈ നമ്പൂരിയാക്കന്മാർ, ബ്രാഹ്മണർ പോകുമ്പോൾ അവരുടെ ശീലക്കൊട പിടിക്കാനും അവരുടെ മെതിയടികൾ പിടിക്കാനും അവർക്ക് ചൂട്ട് കത്തിച്ചു കൊടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തെ, ആ ഫ്യൂഡൽ വ്യവസ്ഥയെ ആണ് ഈ സോഷ്യൽ ഹൈറാർക്കിയിലെ ഈ എന്താ പറയുക, വളരെ ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന പദപ്രയോഗങ്ങളാണ്. അതൊന്നും സമത്വം, സാഹോദര്യത്വം എന്നൊക്കെ വിളിച്ചു പോകുന്ന, തുല്യനീതി, സമത്വം, സാഹോദര്യത്വം എന്നൊക്കെ വിളിച്ചു പോകുന്ന ഒരു പുരോഗമന വിപ്ലവ പാർട്ടിയുടെ വക്താവിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്ത ഒരു സംഗതിയാണത്. അപ്പോൾ മാത്രമല്ല, ഈ അണ്ടന്തെറിക്ക് മുണ്ടന്തെറി പറയുക എന്ന ഒരു രീതിയാണത്. അത് ആശയപരമായ ദാരിദ്ര്യമാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് പറയാനായിട്ട് മുന്നോട്ട് വയ്ക്കാനൊരു ആശയമില്ല, അല്ലെങ്കിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രസ്താവിക്കാനായിട്ട്, ജനങ്ങളോട് ബോധ്യപ്പെടുത്താനായിട്ട്
ആവനാഴിയിൽ വസ്തുതകളും ആശയങ്ങളും ഇല്ലാതാവുമ്പോഴാണ് ഇത്തരം അണ്ടംതെറിക്ക് മുണ്ടംതെറി എന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവലംബിക്കുന്നത്. ചെരുപ്പിൻ്റെ വാറ് വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നേരിടുന്നത്. ചിലർ പറയുന്നത് അപ്പോൾ പിണറായി വിജയൻ്റെ സമയത്ത് തന്നെ പിണറായി വിജയനെ തന്നെ പണ്ട് ആൾക്കാർ രാഷ്ട്രീയ പ്രതിയോഗികൾ പറഞ്ഞിട്ടുണ്ട് ചെത്തുകാരൻ കോരൻ്റെ മകൻ എന്ന്. അപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിച്ച അത്തരം പദപ്രയോഗങ്ങളെയൊക്കെ പ്രതിരോധിച്ചിരുന്ന ആൾക്കാരാണ് ഇപ്പോൾ പറയുന്നത് ചെരുപ്പിൻ്റെ വാറഴിക്കാനുള്ള യോഗ്യത ഇല്ല എന്ന എച്ച് സലാം പറയുന്നത്. എത്ര കണ്ട് മോശമാണ് ആ പ്രയോഗം. അദ്ദേഹം പറഞ്ഞത് നനഞ്ഞ കോഴിയെ പോലെ എന്ന് പറയുമ്പോൾ ഒരു ഉഷാറില്ലാതെ ഇരിക്കുന്നു, വെള്ളത്തിൽ വീണ കോഴിക്ക് ഒരു ഉഷാറില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അധിക്ഷേപമൊന്നുമില്ല. വളരെ മൂഡ് ഓഫ് ആയിട്ട് വളരെ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്ന പിണറായി വിജയനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം വിഷമമായി എന്നുള്ളത്. കാരണം അദ്ദേഹത്തിന് അത്ര ഒരു അഹങ്കാരം ഉണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയൻ സ്പീക്കർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ചെന്നപ്പോൾ പ്രോ ടൈം സ്പീക്കറായിട്ട് ഇരിക്കുമ്പോൾ പിണറായി വിജയൻ മുന്നോട്ട് വെച്ച അടികളേക്കാൾ കൂടുതൽ മുന്നോട്ട് ജി സുധാകരൻ വെച്ചു അദ്ദേഹത്തിനെ പോയി ആശ്ലേഷിച്ചതായി നാം കണ്ടു. അപ്പോൾ ഒരു മര്യാദകളൊക്കെ രാഷ്ട്രീയ മര്യാദകളൊക്കെ അദ്ദേഹവും പാലിച്ചിട്ടുണ്ട്. അപ്പം ഇത്തരം പദപ്രയോഗങ്ങൾ ഒരു പൊതുപ്രവർത്തകർക്ക് ചേരാത്തതാണ് എന്നാണ് ഞാൻ പറയുക. കാരണം പൊതുപ്രവർത്തകനെ നമ്മൾ കാണുന്നത് എന്താ, ഒരു അവർ എക്സാംപിളറി ആയിരിക്കണം, അവർ മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം. അവരുടെ എടുപ്പും നടപ്പും വാക്കും പ്രവൃത്തിയും എല്ലാം തന്നെ സാധാരണ ജനങ്ങൾക്ക് മാതൃക എക്സാംപ്ലറി ആയിട്ടിരിക്കണം, മാതൃക ആകേണ്ടതാണ്. അവരെ കണ്ട് ജനങ്ങൾ പഠിക്കും. അപ്പോൾ ആഴവും പെരുപ്പമുള്ള വായനയും ഒക്കെ ഉണ്ടായിരിക്കണം. കാരണം ആശയത്തെ ആശയം കൊണ്ടാണ് നേരിടുക, അല്ലാതെ ആശയത്തെ ഇപ്പോൾ നമ്മൾ പറയും ഫാഷിസ്റ്റുകളാണ് അവർ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ ആശയം മുന്നോട്ട് വെച്ച ആരാണ് ആശയം മുന്നോട്ട് വെച്ചെങ്കിൽ അവരെ ഇല്ലാതാക്കാം ശ്രമിക്കുന്നത് കാണാം. അപ്പോൾ അവർ ആശയത്തെ ആവനാഴികളെയും ആയുധങ്ങളെയും ആവനാഴിയിലുള്ള ആയുധങ്ങളെയും അതല്ലെങ്കിൽ വിനാശ വിതയ്ക്കുന്ന ബോംബുകളെയും രാസായുധങ്ങളെയും അല്ല ഭയക്കുന്നത്, അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് ആശയങ്ങളെ ഭയക്കുന്നുണ്ട് ചിലരൊക്കെ. അപ്പോൾ ആശയം മുന്നോട്ട് വയ്ക്കുന്ന ആൾക്കാരെ ഇല്ലാതാക്കാൻ പലപ്പോഴും നടക്കുന്നത് കാണാം. അതൊക്കെ ഒരു ഫാസിസ്റ്റ് ചിന്താഗതിയാണ്. ഫാസിസ്റ്റ് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുക എന്നല്ലാതെ ഇഷ്ടമില്ലാത്തത് പറയുമ്പോൾ അവരെ സൈലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടന്തറിക്ക് മുണ്ടന്തറി പറയുക എന്നുള്ള രീതി ഒട്ടും ഒരു രാഷ്ട്രീയത്തിൽ നല്ലതല്ല. രാഷ്ട്രീയത്തിലെ വിമർശനമാകാം, പക്ഷേ അത് പ്രകടിപ്പിക്കേണ്ട ഭാഷ മാന്യവും സഭ്യവും ആയിരിക്കണമെന്നുള്ളത് വളരെ നിർബന്ധമാണ്. കാരണം നമ്മൾ മനുഷ്യരുടെ അന്തസ്സിന് നിരക്കാത്ത സംഗതികൾ നമ്മൾ സംസാരത്തിൽ നിന്ന് പൊതുസമൂഹത്തിലെ സംസാരത്തിൽ നിന്ന് വന്നുകൂടാം. കുട്ടികൾ കേൾക്കും, അപ്പോൾ എന്തുവാ ഇത്രയും വലിയ നേതാവല്ലേ ഈ പറയുന്ന ചെരുപ്പിൻ്റെ, അപ്പോൾ നാളെ കുഞ്ഞുങ്ങൾ അത് കേട്ടിട്ട് പറയും എൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാനുള്ള യോഗ്യത നിനക്കുണ്ടോ? നമ്മൾ മഹാസംഭവം ഒന്നുമല്ല, നമ്മുടെ ചെരുപ്പിൻ്റെ വാറ് നമ്മൾ തന്നെ അഴിച്ചാൽ മതി. അതൊക്കെ നമ്മളെ ഒരു നൂറ്റാണ്ട് അല്ലെങ്കിൽ ഈ 3 നൂറ്റാണ്ട് പിന്നോട്ടാണ് കൊണ്ടു നടക്കുന്നത്. ചെരുപ്പിൻ്റെ വാറ് അഴിക്കാനൊന്നും ആരും വരേണ്ടതില്ല. അതല്ല കാറൽ മാർക്സ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ എല്ലാവരും സമന്മാരാണ് എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ചെരുപ്പിൻ്റെ വാറഴിക്കാൻ ഒരു കൂട്ടരും ഇടാൻ വേറൊരു കൂട്ടരും എന്ന് കാറൽ മാർക്സ് പഠിപ്പിച്ചിട്ടില്ല. എച്ച് സലാം സ്റ്റഡി ക്ലാസ്സിനൊന്നും കൃത്യമായി പോയിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം അത്തരം ഭാഷാ പ്രയോഗങ്ങൾ നടത്തിയത്. അപ്പോൾ എച്ച് സലാം ആദ്യം തന്നെ കാറൽ മാർക്സിനെ വായിക്കുക, പഠിക്കുക. അദ്ദേഹം ആശയത്തെ ആശയപരമായി നേരിടാൻ പഠിക്കുക. അതല്ലാതെ അത്തരം കാര്യങ്ങളിൽ വളരെ പെട്ടെന്ന് പ്രകോപിതനായി വായ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നടത്തി ഒരാളെ നിശബ്ദരാക്കാൻ ശ്രമിക്കരുത്. താങ്കളെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നന്ദി, നമസ്കാരം.